പ്രണവ് കേന്ദ്ര കഥാപാത്രമായിട്ട് അഭിനയിച്ച് തിയേറ്റർ റിലീസിൽ വന്ന സിനിമയാണ് ഡൈസറ എന്ന് പറഞ്ഞ സിനിമ. ആ സിനിമയുടെ 2 ദിവസത്തെ വേൾഡ് വൈഡും കേരള ബോക്സ് ഓഫീസും ഡൊമസ്റ്റിക് ബോക്സ് ഓഫീസും പരിശോധിക്കാം നമുക്ക്. അതിന് പക്ഷേ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സ്റ്റോക്ക് സീരീസ് എഡിഷൻ ഡൈസറ ഒക്ടോബർ 31 തീയതിയാണ് സിനിമ ഹലോവീൻ പ്രമാണിച്ച് തിയേറ്റർ റിലീസ് വന്നത്. ഈ ഒരു ഹൊറർ സിനിമ നല്ല അഭിപ്രായങ്ങളാണ് സിനിമ തിയേറ്ററുകളിൽ നേടിയെടുത്ത പ്രീമിയർ ഷോ എന്ന് മാത്രമായിട്ട്. എന്തായാലും പ്രീമിയർ ഷോ കളക്ഷൻ തന്നെ ആരംഭിക്കാം നമുക്ക്. ആദ്യ ദിവസം പ്രീമിയർ ഷോ മാത്രം സിനിമയ്ക്ക് കേരളത്തിൽ നിന്ന് 83 ലക്ഷമാണ് കളക്ഷനായിട്ട് കാണാൻ സാധിച്ചത്. പിന്നെ ആദ്യ ദിവസം കേരളത്തിൽ സിനിമയ്ക്ക് നല്ല റെസ്പോൺസ് ആയതുകൊണ്ട് തന്നെ സിനിമയ്ക്ക് ഫസ്റ്റ് ഡേ കേരളത്തിൽ നിന്ന് പ്രീമിയർ ഷോന് ശേഷം ഓൾമോസ്റ്റ് 3,85 ലക്ഷമാണ് കാണാൻ സാധിക്കുന്നത്. അങ്ങനെ കേരളത്തിൽ മാത്രം ടോട്ടൽ പ്രീമിയർ ഷോ കളക്ഷനും അതുപോലെ തന്നെ സിനിമയുടെ ആദ്യ ദിവസത്തെ കളക്ഷൻ ഉൾപ്പെടെ സിനിമയ്ക്ക് 4 കോടിയുടെ അടുത്തായിട്ടാണ് അപ്രോക്സിമേറ്റ് കളക്ഷൻ കാണാൻ സാധിച്ചത്. ഇനി സിനിമ റെസ്റ്റ് ഓഫ് ഇന്ത്യയാണ്. റെസ്റ്റ് ഓഫ് ഇന്ത്യ പരിശോധിക്കുകയാണെങ്കിൽ ഇതിന്റെ മറ്റു ഭാഗത്തേക്ക് എത്തിയ പ്രീമിയർ ഷോ കളക്ഷൻ 17 ലക്ഷമാണ് കാണാൻ സാധിച്ചത്. പിന്നെ സിനിമയുടെ ആദ്യ ദിവസത്തെ ഇന്ത്യന്റെ മറ്റു ഭാഗത്തേക്ക് ആയിട്ട് 65 ലക്ഷം കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ടോട്ടൽ സിനിമ ഇന്ത്യയിൽ നിന്ന് മാത്രം ആദ്യത്തെ ദിവസം 5,50 ലക്ഷമാണ് കാണാൻ സാധിക്കുന്നത്. ഇനി സിനിമയുടെ ഓവർസീസ് പരിശോധിക്കുകയാണെങ്കിൽ ആദ്യ ദിവസം അപ്രോക്സിമേറ്റ് ആയിട്ട് 6,13 ലക്ഷമാണ്. അങ്ങനെ ടോട്ടൽ വേൾഡ് വൈഡ് സിനിമ ഫസ്റ്റ് ഡേ ഓൾമോസ്റ്റ് 11,63 ലക്ഷമാണ് കാണാൻ സാധിക്കുന്നത്. മലയാളത്തിലെ ഏറ്റവും അധികം നല്ലൊരു കളക്ഷൻ കാണാൻ സാധിക്കുന്നതും മാർക്കോ സിനിമയ്ക്ക് ശേഷം നമ്മുടെ ഡൈസറ സിനിമയാണ്. അതും എ സർട്ടിഫിക്കറ്റ് കാറ്റഗറി നോക്കുകയാണെങ്കിൽ മാർക്കോ സിനിമേന്റെ ആ ഒരു ഹയസ്റ്റ് കളക്ഷൻ തകർത്തിട്ടാണ് ഡൈസറ എന്ന് പറഞ്ഞ സിനിമ പ്രണവിന്റെ സിനിമ ഇപ്പോൾ കരസ്ഥമാക്കിയിരിക്കുന്ന ആ ഒരു പൊസിഷൻ. ഇനി സിനിമയുടെ വേൾഡ് ഒരു ബോക്സ് ഓഫീസ് പരിശോധിക്കുമ്പോൾ ഈ ഒരു കളക്ഷൻ നമ്മുടെ ഈ വർഷത്തെ 3-ാം സ്ഥാനമാണ് കൈവരിച്ചിരിക്കുന്നത്. നമ്മുടെ ലാലേട്ടന്റെ എമ്പുരാന്, തുടരും എന്നീ സിനിമകൾക്ക് ശേഷം 3-ാം സ്ഥാനം നമ്മുടെ ഡൈസറ സിനിമയാണ്. ഈ വർഷത്തെ നല്ലൊരു ഓപ്പണിംഗ് കളക്ഷൻ നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് ഓൾമോസ്റ്റ് 11 കോടി. 2-ാം സ്ഥാനം തുടരുമാണ് 17 കോടിയായിട്ട്. 1-ാം സ്ഥാനം 68 കോടിയായിട്ട് തുടരും തന്നെ നിൽക്കുന്നുണ്ട് ഓപ്പണിംഗ് ആയിട്ട് വേൾഡ് വൈഡ്. എന്തായാലും സിനിമയുടെ 2-ാം ദിവസത്തെ കളക്ഷനിലോട്ട് തന്നെ പോകാം നമുക്ക്. 2-ാം ദിവസം സിനിമയ്ക്ക് കേരളത്തിൽ നിന്ന് 5,15 ലക്ഷമാണ് കാണാൻ സാധിക്കുന്നത്. അങ്ങനെ ടോട്ടൽ 2 ദിവസം കൊണ്ട് കേരള ബോക്സ് ഓഫീസിന് മാത്രം 9,83 ലക്ഷമാണ് കാണാൻ സാധിക്കുന്നത് 2 ദിവസത്തെ കേരള ബോക്സ് ഓഫീസ്. എന്തായാലും സിനിമ ഇന്നത്തെ കളക്ഷൻ കൂടി വരുമ്പോൾ, ഞായറാഴ്ച കളക്ഷൻ കൂടി വരുമ്പോൾ സിനിമ ഒഫീഷ്യലായിട്ട് 10 കോടിയിലോട്ട് എൻട്രി ചെയ്യുന്നതായിരിക്കും കേരള ബോക്സ് ഓഫീസിന് മാത്രമായിട്ട്. 2-ാം ദിവസം സിനിമയ്ക്ക് കേരളത്തിൽ നിന്നല്ല ടോട്ടൽ വേൾഡ് വൈഡ് സിനിമയ്ക്ക് 14 കോടിയാണ് അപ്രോക്സിമേറ്റ് കളക്ഷൻ കാണാൻ സാധിക്കുന്നത് നമ്മുടെ ഡൈസറ സിനിമയ്ക്ക്. ഇനി സിനിമയുടെ ടോട്ടൽ 2 ദിവസത്തെ വേൾഡ് വൈഡ് പരിശോധിക്കുകയാണെങ്കിൽ 11,65 ലക്ഷം ഫസ്റ്റ് ഡേ. 2-ാം ദിവസം 14 കോടി അപ്രോക്സ് ആയിട്ട് 25 കോടിന് മുകളിലാണ് 2 ദിവസത്തെ വേൾഡ് വൈഡ് പരിശോധിക്കുമ്പോൾ കാണാൻ സാധിക്കും സിനിമയുടെ ഡൈസറ കളക്ഷൻ. ഓൾമോസ്റ്റ് 25 കോടി 65 ലക്ഷത്തിന് മുകളിലാണ് സിനിമയുടെ 2 ദിവസത്തെ വേൾഡ് വൈഡ് കളക്ഷൻ പരിശോധിക്കുമ്പോൾ ഡൈസറ സിനിമയ്ക്ക് കാണാൻ സാധിക്കുന്നത്. എന്തായാലും ബ്ലോക്ക് ബസ്റ്റർ ഓപ്പണിംഗ് തന്നെയാണ് ഡൈസറ സിനിമയ്ക്ക് കാണാൻ സാധിക്കുന്നത്. എന്തായാലും ഈ ആഴ്ച അവസാനത്തോടെ സിനിമ ഒഫീഷ്യലായിട്ട്, അല്ലെങ്കിൽ ഇന്നത്തെ കളക്ഷൻ കൂടി വരുമ്പോൾ സിനിമ ഒഫീഷ്യലായിട്ട് വേൾഡ് വൈഡ് 40 കോടിയുടെ അടുത്ത് വരാനാണ് ചാൻസ് കാണുന്നത് കൂടുതൽ കളക്ഷൻ നോക്കുമ്പോൾ. എന്തായാലും ഇന്ന് കേരളത്തിലെ രാവിലെ 9 മണി വരെ ട്രാക്കിംഗ് നോക്കുമ്പോൾ അഡ്വാൻസ് ആയിട്ട് 3 കോടിയുടെ മുകളിലാണ് കളക്ഷൻ കാണാൻ സാധിക്കുന്നത്. കാരണം ഇന്നലെ വൈകുന്നേരത്തോടെ ഓൾമോസ്റ്റ് 230 ലേറ്റ് നൈറ്റ് ഷോസ് പ്ലേ ചെയ്തിട്ടുണ്ട് പല തിയേറ്ററുകളിലുമായിട്ട്. പിന്നെ ബുക്ക് മൈ ഷോയിൽ നല്ല കിണ്ണം ബുക്കിംഗ് കാണാൻ സാധിക്കുന്നുണ്ട്. ഭ്രമികം വെച്ച് നോക്കുമ്പോൾ നമ്മുടെ ഡൈസറ സിനിമയ്ക്ക് നല്ലൊരു ബുക്കിംഗ് കാണാൻ സാധിക്കുന്നുണ്ട്. എന്തായാലും കിടു കളക്ഷൻ തന്നെയായിരിക്കും ഈ ഞായറാഴ്ച ദിവസം വരാൻ പോകുന്നത്. കാത്തിരിക്കുന്ന ചെയ്യുക സിനിമയുടെ 3-ാം ദിവസത്തെ കളക്ഷനായിട്ട്. അതിനുശേഷം എല്ലാവരും ഇത് കാണുന്നതാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സ്റ്റോക്സ് സിരിപ്ഷ്യൽ സിനിമ കണ്ടവർ എന്തായാലും മറക്കാതെ പറഞ്ഞ അഭിപ്രായങ്ങൾ കൺബോക്സ് ചെയ്യപ്പെടുത്തുക. കാത്തിരിക്കുന്ന ചെയ്യുക കൂടുതൽ ബോക്സ് ഓഫീസ് കളക്ഷനായിട്ട്. സ്റ്റോക്സ് സൈനിങ് ഓഫ്.